ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 32ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് വൂവിന്റെ യഥാർത്ഥ ബോഡി വൂവിന്റെ കോൺഷ്യസ്നെസ്സുമായിട്ട് ഒന്നു ചേരുന്നതാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ നമ്മൾ കാണുന്നത്. വൂ ഓടിച്ചെന്ന് ടാങ്സാനെ കെട്ടിപ്പിടിക്കുന്നു. ബിബി ഡോങ്ങിന്റെ മകളാകട്ടെ എങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അവരുടെ നേരെ തൊടുത്തുവിടുന്നു. ടാങ്സാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ടാങ്സാന്റെ മുമ്പിൽ നിന്ന് മാറാൻ വൂ തയ്യാറായിരുന്നില്ല. ടാങ്സൻ ആകട്ടെ ഒരുപാട് ടയേർഡും ആയിരുന്നു. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കാണ് ബിബി ഡോങ്ങിന്റെ മകളിൽ നിന്ന് വരാൻ പോകുന്നതെന്ന് ടാങ്സൻ അറിയാം. പക്ഷേ അറ്റാക്ക് ഏറ്റിട്ടും വൂവിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ലുവോഗാവോയുടെ ആർമർ തന്നെയായിരുന്നു. അതിനുശേഷം ടാങ്സാൻ പറയുന്ന ഒന്നും കേൾക്കാതെ വൂ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബിബി ഡോങ്ങിന്റെ മകളെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് സോൾ മാസ്റ്റർ വൂവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ടെലിപ്പോർട്ട് ചെയ്ത അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. ശേഷം വൂ തന്നെ ബിബി ഡോങ്ങിന്റെ മകളെ ശരിക്കും ഇടിച്ച് പപ്പടമാക്കുന്നുണ്ട്. നേരത്തെ ടാങ്സാനുമായിട്ട് നടന്ന അറ്റാക്ക് മൂലം അവൾ ഒരുപാട് വീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും എളുപ്പത്തിൽ വൂവിനെ അവളെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചത്. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ അറ്റാക്ക് ചെയ്യുമ്പോഴെല്ലാം വൂ ഒഴിഞ്ഞു മാറി. നല്ല അറ്റാക്ക് കൊടുത്തതിന് ശേഷമാണ് വൂ ടാങ്സാന്റെ അടുത്തേക്ക് വന്നത്. ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ ബിബി ഡോങ്ങിന്റെ മകളുടെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാകുന്നു. അയാളുടെ സർവ്വശക്തിയും എടുത്ത് അയാൾ അവരെ ആക്രമിക്കാൻ പോവുകയാണ്. ടാങ്സാന്റെ ഫ്രണ്ട്സിനെ നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ച് അവരും എഴുന്നേറ്റ് നിന്ന് ടാങ്സാന്റെ കൂടെ നിൽക്കുന്നു. എന്നാൽ ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ശക്തി വന്നത് തടുക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നിയോഗാവോയും ടൈറ്റനുമായിരുന്നു. അത് കണ്ട് ബിബി ഡോങ്ങിന്റെ മകളാകട്ടെ അവളുടെ ശക്തികൾ പുറത്തെടുക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ കടുത്ത ആക്രമണം തന്നെയാണല്ലോ അവരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ശക്തികൾ ഒന്നും തന്നെ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. വേറെ നിവൃത്തിയില്ലാതെ അവിടുന്ന് രക്ഷപ്പെടാൻ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് അവൾ ആവശ്യപ്പെടുന്നു. നിയോഗാവോ അവരെ പിന്തുടരാമെന്ന് ഉദ്ദേശിച്ചതാണ്. എന്നാൽ ടൈറ്റനാണ് വേണ്ട എന്ന് പറഞ്ഞത്. ശേഷം അവർ വരാൻ വൈകിയതിൽ ക്ഷമാപണം നടത്തുന്നു. ടാങ്സാൻ ആകട്ടെ വൂവിനോട് നീ യഥാർത്ഥത്തിൽ തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നു. അവൾ അതിന് ഉത്തരം പറയാതെ ടാങ്സാനെ ചുംബിക്കാൻ വരുന്നു. അപ്പോഴേക്കും അവൾ അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ടും വൂ തിരിച്ചു വന്നിട്ടില്ല. സ്പിരിച്വൽ സീയിൽ നിന്നാകട്ടെ ഞാൻ ഒരുപാട് ടയർഡ് ആണ്, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് മാത്രമേ വൂ പറയുന്നുള്ളൂ. ഫ്രണ്ട്സ് അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ ടാങ്സാൻ എന്താണ് വൂ പറഞ്ഞതെന്ന് പറയുന്നു. ആകുലപ്പെടാനൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. ടാങ്സാൻ നേരത്തെ അയച്ച സിഗ്നൽ കണ്ടതുകൊണ്ട് തന്നെയാണ് ടൈറ്റനും നിയോഗാവോയും ഇവിടെ എത്തിയത്. വരുന്ന വഴിക്ക് അവർ ഓസ്കാറിനെയും ബെങ്ങിനെയും കണ്ടിരുന്നു. ശേഷം അവർ ഉടനെ തന്നെ അക്കാദമിയിലേക്ക് തിരികെ പോകാനാണ് തീരുമാനിക്കുന്നത്. അക്കാദമി നോക്കുകയാണെങ്കിൽ യൂഷിയെ, ഹുലീനയും മറ്റുള്ളവരും വളഞ്ഞിരിക്കുന്നു. യൂഷിയുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ക്യൂബറാംബർ പഗോഡ സിറ്റിലെ 2 ഗ്രാൻഡ് സോൾ മാസ്റ്റർ ഉണ്ട്. റോങ്ങിന്റെ ഫാദർ ഉണ്ട്. പിന്നെ ഫ്ലാൻഡറും എർലോങ്ങും. ഹുലീനയുടെ കൂടെയാണെങ്കിൽ ഷിയു ഉണ്ട്. മാസ്റ്റർ സോൾ ഹാളിലെ വേറെ 2 പേരുണ്ട്. ക്രിസന്തുവും ഗോസ്റ്റും ഉണ്ട്. ഫൈറ്റ് ആരംഭിക്കുമ്പോൾ തന്നെ ക്യൂബറാംബർ പഗോഡ സിറ്റിലെ 2 ഗ്രാൻഡ് സോൾ മാസ്റ്റേഴ്സ് ക്രിസന്തുവിനെയും ഗോസ്റ്റിനെയും നേരിടുന്നു. ഫ്ലാൻഡറും എർലോങ്ങും ആകട്ടെ അവരുടെ കൂടെ വന്ന മാസ്റ്റർ സോൾ ഹാളിലെ മറ്റുള്ള 2 പേരെയും നേരിടുന്നു. അവരും പവർഫുൾ ആയിട്ടുള്ള സോൾ മാസ്റ്റേഴ്സ് ആയിരുന്നു. ശക്തമായിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഹുലീനയും ഷിയുവും ആകട്ടെ യൂഷിയെ നേരിടാൻ തീരുമാനിക്കുന്നു. യൂഷിയുടെ കൂടെ സപ്പോർട്ടായിട്ട് റോങ്ങിന്റെ ഫാദർ മാത്രമേ ഉള്ളൂ. യൂഷി ഒറ്റയ്ക്കാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഹുലീനയ്ക്ക് ഒരു പുച്ഛഭാവമാണ്. യൂഷി അയാളുടെ മാസ്റ്റർ സോൾ ഉപയോഗിച്ച് എത്രയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഫാർട്ട് ചെയ്യാൻ മാത്രം അറിയുന്ന ഒരു മാസ്റ്റർ സോൾ അല്ലേ അത്. യൂഷി അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാനാണ്. ഹുലീനയാകട്ടെ യൂഷിയെ അതിന്റെ പേരിൽ നല്ല രീതിയിൽ പുച്ഛിക്കുന്നു. വെറുതെ അല്ല അവനെ അവന്റെ ക്ലാനിൽ നിന്ന് പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിഷ്പ്രയാസം ഹുലീനയും ഷിയും യൂഷിയുടെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും നല്ല രീതിയിൽ യൂഷിയെ ആക്രമിച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു. പലതവണ തെറിച്ചു പോകുന്ന യൂഷിയുടെ വായിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. നല്ല രീതിയിൽ റോങ്ങിന്റെ ഫാദറിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം റോങ്ങിന്റെ ഫാദറിന് പോലും ആക്രമണം ഏൽക്കേണ്ടി വന്നു. ഹുലീനയും ഷിയും കൂടി അവരുടെ ഫ്യൂഷൻ സ്കില്ലൊക്കെ പ്രയോഗിച്ചിരുന്നു. അതാകട്ടെ ഇപ്രാവശ്യം ശരിക്കും പവർഫുൾ ആയിട്ടുണ്ട്. മുമ്പ് ടാങ്സാനെയും മറ്റുള്ളവരെയും നേരിട്ട സമയത്തുണ്ടായിരുന്നത് പോലെയല്ല. അതുകൊണ്ടാണ് എളുപ്പത്തിൽ യൂഷിയൊക്കെ ആക്രമിച്ച് തെറിപ്പിച്ച് വീഴ്ത്താൻ അവർക്ക് സാധിച്ചത്. ശരിക്കും പൂ പറിക്കുന്ന ലാഘവത്തോടെയായിരുന്നു അവരത് ചെയ്തത്. അവസാനം ഹുലീന തന്നെ അവരോട് പറയുകയാണ്, കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനെങ്കിലും നിലനിർത്താം. എന്നിട്ടും കീഴടങ്ങാനോ സോൾ മാസ്റ്റേഴ്സ് ലീജിയനെ വിട്ടുകൊടുക്കാനോ അവർ തയ്യാറായില്ല. മരിക്കേണ്ടി വന്നാലും സാരമില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിൽ ശരി, അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് യൂഷിയുടെ നേരെ ഹുലീന വിട്ടത്. എന്നാൽ അപ്പോഴേക്കും കൃത്യസമയത്ത് എർലോങ് അവിടെ എത്തി അത് തടയുന്നു. ശേഷം യൂഷിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവന് കുഴപ്പമൊന്നുമില്ല എന്ന് ആകുലതയോടെ അവൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഫ്ലാൻഡർ ആകട്ടെ റോങ്ങിന്റെ ഫാദർ ഓക്കെ അല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. എനിക്ക് തോന്നുന്നു മാർഷൽ സോൾ ഹാളിലെ മറ്റുള്ള 2 പേരെയും ഫ്ലാൻഡറും എർലോങ്ങും കൂടി പരാജയപ്പെടുത്തിയെന്നാണ് തോന്നുന്നത്. അതെല്ലാം കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാകുന്ന ഹുലീന അവരുടെ ശക്തികൾ വർദ്ധിപ്പിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള സ്കില്ലുകളാണ് ഇപ്രാവശ്യം അവർ പ്രയോഗിക്കുന്നത്. എന്നാൽ എർലോങ്ങും ഫ്ലാൻഡറും
യൂഷിയും കൂടി അവരുടെ പ്രത്യേക തരത്തിലുള്ള ഫ്യൂഷൻ സ്കിൽ ഉപയോഗിക്കുന്നു. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ സ്കില്ലാണ്. ബേബി ഡോങ്ങിന്റെ നേരെ പോലും അവർ അത് പ്രയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ പ്രയോഗിക്കുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. റോങ് ഡോങ്ങിന്റെ ഫാദറിന്റെ സപ്പോർട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പനേരം കഴിയുമ്പോൾ തന്നെ ഹുലീനയും ഷിയുവും തെറിച്ചു പോയി വീണ് ചോര തുപ്പുന്നു. അപ്പോഴേക്കും ടാങ്സാനും മറ്റുള്ളവരും അവിടെ എത്തുന്നു. ഉടനെ തന്നെ ക്രിസന്തുവും ഗോസ്റ്റും തെറിച്ചു വീഴുന്നതായിട്ട് കാണിക്കുന്നു. ക്യൂബർ ആംബർ പഗോഡ സെക്റ്റിലുള്ള ആ 2 ഗ്രാൻഡ് സോൾ മാസ്റ്റേഴ്സ് പവർഫുൾ ആയിട്ടുള്ളവർ തന്നെയാണ് എന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് പിന്നെ അന്ന് അവർ പരാജയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആർമിയാണല്ലോ അറ്റാക്ക് ചെയ്യാൻ വന്നത്. ടാങ്സൻ അപ്പോൾ ബേബി ഡോങ്ങിന്റെ മകൾ പരാജയപ്പെട്ടതിനെ കുറിച്ചും മാർഷൽ സോൾ ഹാളിന്റെ ആർമിയെ താങ്ക്ലാൻഡ് സ്റ്റുഡൻസ് വളഞ്ഞതിനെ കുറിച്ചും ഒക്കെ പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ഹുലീനയ്ക്ക് വിശ്വസിക്കാനായില്ല. ടാങ്സൻ ആണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തുടരാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ റെഡിയാണെന്ന് വളരെ കൂളായിട്ട് പറയുന്നു. എന്നാൽ അതെല്ലാം കണ്ട് പേടിച്ചു പോയ ക്രിസന്തുവും ഗോസ്റ്റും പറയുകയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് തിരികെ പോകുന്നതാണ് നല്ലത്. ബുദ്ധിപരമായിട്ടുള്ള അപ്രോച്ചും അത് തന്നെയാണ് എന്ന് പറയാം. ശേഷം ഉടനെ തന്നെ അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും തളർന്നു വീഴുന്ന യൂഷിയെയും റോങ് റോങ്ങിന്റെ ഫാദറിനെയും ഒക്കെ എല്ലാവരും ഓടി വന്ന് പിടിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും ഏറ്റിട്ടുണ്ടായിരുന്നില്ല. യൂഷി ആകട്ടെ ചക്രവർത്തിയെ യാങ്വുടി ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്നു. ബേബി ഡോങ്ങിന്റെ മകളെ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് സോൾ മാസ്റ്റർ അവളെ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ഹുലീനയും മറ്റുള്ളവരും വന്നു കഴിയുമ്പോൾ താൻ പരാജയപ്പെട്ടു എന്ന കാര്യം ബേബി ഡോങ്ങിന്റെ മകൾ അവരോട് പറയുന്നു. അപ്പോ ഹുലീനയും യൂഷിയുടെ സോൾ മാസ്റ്റേഴ്സ് ലീജിയന്റെ മുമ്പിൽ പരാജയപ്പെട്ട കാര്യം ബേബി ഡോങ്ങിന്റെ മകളോട് പറയുന്നു. അതുമാത്രമല്ല അവർക്ക് ക്യൂബർ ആംബർ പഗോഡ സെക്റ്റിന്റെയും താങ്ക്ലാന്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. താങ്ക്ലാനെ കുറിച്ച് അറിയാതിരുന്ന ബേബി ഡോങ്ങിന്റെ മകൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അത് ടാങ്സാൻ സ്ഥാപിച്ചതാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ബേബി ഡോങ്ങിന്റെ മകൾ പറയുകയാണ് നമ്മൾ വരുത്തിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ടാങ്സാനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. അതുമൂലം നമ്മളിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതേ സമയം ബേബി ഡോങ്ങിന്റെ മകളുടെ കൂടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ് എന്തൊക്കെ വന്നാലും ചക്രവർത്തി ഉടനെ തന്നെ മരിക്കും. ഇപ്പോഴും നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോയി അധികാരം തിരികെ പിടിക്കാവുന്നതാണ്. എല്ലാ കുറ്റവും ആ ബെങ്ങിന്റെ തലയിൽ ചുമത്തുകയും ചെയ്യാം. എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് ബേബി ഡോങ്ങിന്റെ മകൾ പറയുന്നു. ഒരുപക്ഷെ അവരുടെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ചക്രവർത്തിയെ അവർക്ക് എഴുന്നേൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും അവതാളത്തിലാകും. പിന്നെ നമുക്ക് ഫോഴ്സ് ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാനാവുകയുള്ളൂ. അതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അത് കേട്ട് കഴിയുമ്പോൾ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനും ഒന്നും പറയാനാകുന്നില്ല. ബേബി ഡോങ്ങിന്റെ മകളാകട്ടെ ടാങ്സാനോടുള്ള ദേഷ്യം ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട്. അവനോട് അതിന് പ്രതികാരം വീട്ടുമെന്നൊക്കെ പറയുന്നു. യാങ്വുഡിയെ നോക്കുകയാണെങ്കിൽ ചക്രവർത്തിയെ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷമെല്ലാം ഒരു നീഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ആന്റിഡോട്ട് കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ദൈവത്തിന് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാകില്ല എന്ന് പറയുന്നു. അത് കേട്ട് ബെങ്ങിനൊക്കെ ശരിക്കും വിഷമമാകുന്നുണ്ട്. അപ്പോഴേക്കും അവനും ചുമച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ക്രൗൺ പ്രിൻസിന്റെ വേഷത്തിലായിരുന്ന ബേബി ഡോങ്ങിന്റെ മകൾ അവനൊരു വിഷം കൊടുത്തിരുന്നല്ലോ. അതിന്റെ ആന്റിഡോട്ട് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വിഷത്തിന്റെ എഫക്റ്റ് മൂലമാണ് അവൻ അങ്ങനെ ചുമക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ യാങ്വുഡി തന്നെ യഥാർത്ഥത്തിലുള്ള ആന്റിഡോട്ട് അവന് കൊടുക്കുന്നുണ്ട്. ആ വിഷം എന്താണെന്ന് പോലും അവനെ പരിശോധിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് യാങ്വുഡിക്ക് മനസ്സിലാകുന്നുണ്ട്. മെഡിസിനിന്റെ ഒക്കെ കാര്യത്തിൽ യാങ്വുഡിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അതിനുശേഷം അവനെ ഹീല് ചെയ്യുന്ന സമയത്ത് അവൻ ചോര തുപ്പി പോലും പോകുന്നുണ്ട്. എങ്കിലും ബെങ് ഇപ്പോൾ ആ വിഷത്തിൽ നിന്ന് മോചിതനായിട്ടുണ്ട്. ശേഷം ചക്രവർത്തിക്ക് വിഷം കൊടുത്ത കൊട്ടാരം വൈദ്യനെ കുറിച്ച് ബെങ് തന്നെയാണ് പറയുന്നത്. ചക്രവർത്തിയെ ബാഗിലാക്കിയ സമയത്ത് അയാളെയും ആ ബാഗിലാക്കിയിരുന്നു. അയാൾ ഇപ്പോൾ അക്കാദമിയിലെ ഏതോ ഒരു മുറിയിൽ ബന്ധനസ്ഥതയിലാണ്. പക്ഷേ അയാളോട് എന്തൊക്കെ തന്നെ ചോദിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് ബെങ് പറയുന്നത്. എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ആന്റിഡോട്ട് തരാൻ അവൻ തയ്യാറായിരുന്നില്ല എന്ന് ബെങ് പറയുന്നു. അപ്പോ യാങ്വുഡി തന്നെ ആ വ്യക്തിയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അയാളെ കാണാൻ പോകുന്നു. അവിടെ ചെന്ന് നോക്കി ആ വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ യാങ്വുഡി ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ആ വ്യക്തിയാകട്ടെ യാങ്വുഡിയെ ബിഗ് ബ്രദർ എന്ന് വിളിക്കുന്നു. ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനെ കുറിച്ച് ടാങ്സാന്റെ ആന്റി ടാങ്സനോട് പറഞ്ഞ സമയത്ത് ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനിലെ നേതാവിന്റെ സഹോദരനെ മാർഷൽ സോൾ ഹാള് വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഹോത്തിയൻ സെക്റ്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അയാളെ കാണാതിരുന്നപ്പോൾ എല്ലാവരും കരുതിയത് അയാൾ മരിച്ചിട്ടുണ്ടാകും, മാർഷൽ സോൾ ഹാൾ അയാളെ കൊന്നിട്ടുണ്ടാകുമെന്നാണ്. അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ യാങ്വുഡി കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തിനാണ് അവൻ ഇത് ചെയ്തതെന്ന് പറയുകയാണ്. തീർച്ചയായും ചക്രവർത്തി മരിച്ചു കഴിയുമ്പോൾ ഇത് ചെയ്തത് അവനാണ് എന്ന് മനസ്സിലാക്കും.
അവൻ വരുന്നത് ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷന്റെ തന്നെ നാശത്തിന് അത് കാരണമാകും എന്ന് അവൻ വിശ്വസിക്കുന്നു. ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനെ ഇല്ലാതാക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. യാങ്കുടി അപ്പോൾ എന്തിനാണ് മാർഷൽ സോൾഹാളിന്റെ കൂടെ ചേർന്ന് ഇത്രയും ദുഷ്ടതകളൊക്കെ നീ ചെയ്തു കൂട്ടുന്നു എന്ന് ചോദിക്കുന്നു. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനോട് നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം എന്ന് ചോദിക്കുന്നു. അപ്പോ കരഞ്ഞുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹോത്തിയാൻ സെക്ടിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാർഷൽ സോൾഹാള് ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനെ ആക്രമിച്ചു. ആ സമയത്ത് ഇയാളെ മാർഷൽ സോൾഹാള് പിടിച്ചുകൊണ്ടുപോയി. അന്ന് വേണമെങ്കിൽ യാങ്കുടിക്ക് ഇയാളെ രക്ഷിക്കാൻ ട്രൈ ചെയ്യാമായിരുന്നു. പക്ഷേ ട്രൈബിലെ മറ്റുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി യാങ്കുടി അതിന് തയ്യാറായില്ല. അന്ന് മാർഷൽ സോൾഹാളിൽ നിന്ന് ഇയാൾ അനുഭവിച്ച ടോർച്ചറുകളെ കുറിച്ച് ഇയാൾ വിവരിച്ചു പറയുകയാണ്. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ടോർച്ചർ ആയിരുന്നു അയാൾക്ക് കിട്ടിയത്. ആ സമയത്ത് ബിബിഡോങ്ങിന്റെ മകളുടെ കൂടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആയിരുന്നു അവനെ രക്ഷിച്ചത്. പക്ഷേ രക്ഷിച്ചു എന്ന് പറയാനാകില്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇയാളെ ഉപയോഗിച്ചു. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടത്. അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തന്നെ ഉപേക്ഷിച്ച ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷനെ നശിപ്പിക്കണമെന്ന ചിന്ത മാത്രമേ ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യാങ്കുടി പോലും കരഞ്ഞു പോകുന്നുണ്ട്. വിഷമത്തോടെ അയാൾ പറയുകയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എന്റെ ജീവൻ കൊടുത്തെങ്കിലും ട്രൈബിലെ ആളുകളെ രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിച്ചാണ്. അയാൾ അപ്പോൾ വീണ്ടും ബിഗ് ബ്രദർ എന്ന് യാങ്കുടിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ തീർച്ചയായും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ വരുമായിരുന്നു. കാരണം അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ആന്റിഡോട്ടിന് വേണ്ടിയല്ലേ? തീർച്ചയായും ഞാനത് പറഞ്ഞു തരാൻ പോകുന്നില്ല. ട്രൈബ് ഓഫ് ഡിസ്ട്രക്ഷൻ ഇല്ലാതാകണം. രാജകുമാരൻ ബെങ് ക്ലെവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായും നമ്മൾ തമ്മിലുള്ള ബന്ധം അവൻ മനസ്സിലാക്കും. എന്നാൽ യാങ്കുടി ആകട്ടെ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ബോഡി ചെക്ക് ചെയ്ത് നോക്കുന്നു. അവന്റെ ബ്ലഡ് ഉപയോഗിച്ച് തന്നെയായിരുന്നു ആ വിഷം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ഇതാണ് ആന്റിഡോട്ടിനും ഉപയോഗിക്കേണ്ടത്. യാങ്കുടി അത് മനസ്സിലാക്കി എന്ന് കണ്ടു കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് അയാൾ അത് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യാങ്കുടി പറയുകയാണ്, ഞാൻ ചക്രവർത്തിയെ മാത്രമല്ല നിന്നെയും രക്ഷിക്കാൻ പോവുകയാണ്. എന്നാൽ ആ വ്യക്തി പറയുകയാണ്, അത് വൈകി പോയിരിക്കുന്നു. അത് മാത്രമല്ല എന്നെ രക്ഷിക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ യാങ്കുടി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മാർഷൽ സോൾഹാളിൽ വെച്ച് ഒരുപാട് വേദനകൾ നീ അനുഭവിച്ചിട്ടുണ്ടാകില്ലേ? ഇനി ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നു കഴിയുമ്പോൾ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കും. ഇതുവഴി നിന്നെ എനിക്ക് രക്ഷിക്കാനാകും. അത് കേട്ട് കഴിയുമ്പോൾ അയാളുടെ മനസ്സലിയുന്നുണ്ട്. അയാളും ഒരു പാവമാണ്. ബിഗ് ബ്രദർ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ പൊട്ടിക്കരയുന്നു. ശേഷം അയാൾ തന്നെ സ്വയം അറ്റാക്ക് ചെയ്ത് അയാളുടെ ബ്ലഡ് കൊടുക്കുന്നു, അതുപയോഗിച്ച് ആന്റിഡോട്ട് ഉണ്ടാക്കാൻ. പക്ഷേ അതിനുശേഷം അയാൾ ഉടനെ തന്നെ മരിച്ചുപോയി എന്നാണ് തോന്നുന്നത്. അവനെ സഹായിക്കാനാവാത്ത വിഷമത്തിൽ യാങ്കുടി കരയുകയും ചെയ്യുന്നു. പിന്നെ വൂവിന്റെ അടുത്തിരിക്കുന്ന ടാങ്സാനെ കാണിക്കുന്നു. വൂ കുറെ നേരമായിട്ടും എഴുന്നേൽക്കാതിരിക്കുമ്പോൾ അവൾ നുണ പറഞ്ഞതായിരിക്കുമോ എന്ന് അവൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ സ്പിരിച്വൽ സീയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് വൂ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നീ എപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് കുറച്ച് ഉറങ്ങണമെന്ന്. കുറച്ച് ഉറങ്ങി കഴിയുമ്പോൾ എല്ലാം റെഡിയാകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ടാങ്സൺ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വളരെ വീക്ക് ആയതുകൊണ്ടാണ് നിന്നെ പോലും ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടി വന്നതെന്ന്. എന്നാൽ വൂ പറയുകയാണ്, നീ അവളുടെ ഏഞ്ചലിന്റെ ശക്തിയൊക്കെ ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് നിഷ്പ്രയാസം അവളെ എനിക്ക് തോൽപ്പിക്കാനായത്. അല്ലെങ്കിൽ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. അവൾ പോലും വിചാരിച്ചു കാണില്ല നമ്മൾ രണ്ടാണ് എന്ന്. ശേഷം ഇനിയെങ്കിലും ശല്യം ചെയ്യരുത്, ഞാൻ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൂ അവിടുന്ന് പോകുന്നു. ടാങ്സൺ ആകട്ടെ അവൾക്ക് വാക്ക് കൊടുക്കുന്നു, ഇനി അവളെ ശല്യം ചെയ്യില്ല എന്ന്. എന്തായാലും അവന് ആശ്വാസമായി. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാകുമല്ലോ. പിന്നെ കാണിക്കുന്നത് ചക്രവർത്തിക്ക് ബോധം വരുന്നതാണ്. എല്ലാവരും അദ്ദേഹത്തെ കയറി കാണുന്നു. ചക്രവർത്തി ആദ്യമേ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ശേഷം ചക്രവർത്തിയുടെ കണ്ടീഷനെ പറ്റി യാങ്കുടി പറയുകയാണ്. ചക്രവർത്തിയുടെ ശരീരത്തിൽ നിന്ന് വിഷമൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലങ്ങളോളം വിഷം ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കി അയാൾ പറയാൻ മടിക്കുന്നു. ചക്രവർത്തി തന്നെയാണ് ബാക്കി പറയുന്നത്. ചക്രവർത്തിയോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. മാക്സിമം 3 വർഷം കൂടിയേ അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ. അതുമാത്രമല്ല ശിഷ്ടകാലം കട്ടിലിൽ തന്നെ ആയിരിക്കും. ശേഷം ചക്രവർത്തി നടന്ന യുദ്ധത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. യൂഷി അപ്പോൾ യുദ്ധത്തിൽ അവരുടെ പകുതിയിലധികം ആളുകൾ മരിച്ചു എന്ന് പറയുന്നു. അതിലും കൂടുതലായിട്ട് ശത്രുപക്ഷത്ത് നാശമുണ്ടാക്കാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ചക്രവർത്തി ദേഷ്യത്തോടെ ചോദിക്കുന്നത് ബിബിഡോങ്ങിന്റെ മകളെ കിട്ടിയോ എന്നാണ്. എന്നാൽ നിരാശയോടെ അവർ അതിന്
സാധിച്ചില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും അവൾ ഒളിവിലാണ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യത്തോടെ ചക്രവർത്തി അവളുടെ പേര് ഉച്ചത്തിൽ വിളിക്കുന്നു. അക്കാലയളവിൽ നടന്ന എല്ലാ കാര്യങ്ങളും ദൂഗുബോയ് ആയിരുന്നു ചക്രവർത്തിയോട് പറഞ്ഞു കൊടുത്തിരുന്നത്. ചക്രവർത്തിയെ ഈ അവസ്ഥയിലാക്കാൻ വേണ്ടി ദൂഗുബോയും യാങ്ബുഡിയും നല്ലവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട്. യൂഷിയാകട്ടെ ചക്രവർത്തി അങ്ങനെ ദേഷ്യത്തോടെ അലറുന്നത് കാണുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, അങ്ങ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്താൽ മാത്രമേ എല്ലാം ശരിയാവുകയുള്ളൂ. പ്രോപ്പറായിട്ട് കമാൻഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ ഉത്തരവിനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്നാൽ ബെങ്ങിനെയും എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് ചക്രവർത്തി പറയുകയാണ്, പക്ഷേ എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് കമാൻഡ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശേഷം റോങ്റോങ്ങിന്റെ ഫാദറിനെ ഒഴികെ എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയുന്നു. ബെങ്ങിനെ നിർബന്ധിച്ചു കഴിയുമ്പോഴാണ് അവൻ പുറത്തേക്ക് പോകുന്നത്. എല്ലാവരും പുറത്തെത്തി കഴിയുമ്പോൾ റോങ്റോങ് തന്റെ ഫാദർ എന്താണ് വരാത്തത് എന്ന് ചോദിക്കുന്നു. ചക്രവർത്തി ആവശ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അകത്ത് തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ അല്പം ആലോചിച്ച് കഴിഞ്ഞ് റോങ്റോങ് പറയുകയാണ്, ഇനി ഒരു പക്ഷേ ചക്രവർത്തിക്ക് വേണ്ടി അത് ചെയ്യാൻ പോവുകയാണോ? എന്താണ് എന്ന് റോങ്റോങ് പറയുന്നില്ല. അകത്ത് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ക്യൂബറാംബർ പഗോഡയുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ച് നടക്കാനാവുന്ന രീതിയിലാക്കാൻ പോവുകയാണ്. അതും കൂടുതൽ സ്മാർട്ടായിട്ട്. പക്ഷേ അതിന് വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് റോങ്റോങ്ങിന്റെ ഫാദർ അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ചക്രവർത്തി പറയുകയാണ്, അറിയാം, ഇത് ചെയ്യുകയാണെങ്കിൽ എന്റെ ആയുസ് ഇനിയും കുറയും. പക്ഷേ യൂസ്ലെസ് ആയിട്ട് ഇങ്ങനെ കട്ടിൽ തന്നെ കിടക്കുന്നതിലും ഭേദം അത് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ ഞാൻ തന്നെ നികത്തണം. എല്ലാനും ബെങ്ങിന്റെ തലയിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. ചക്രവർത്തിയുടെ സ്ട്രെങ്ത്തും ചുറുചുറുക്കും വീണ്ടെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് അത്. ക്യൂബറാംബർ പഗോഡയുടെ സീക്രട്ട് ആയിട്ടുള്ള ടെക്നിക്കാണത്. അതുകൊണ്ടാണ് റോങ്റോങ്ങിന് പെട്ടെന്ന് അത് മനസ്സിലായത്. തന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടാവണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ എന്ന് ചക്രവർത്തി ആവശ്യപ്പെടുന്നു. അവസാനം വേറെ നിവൃത്തിയില്ലാതെ റോങ്റോങ്ങിന്റെ ഫാദർ അതിനെ തയ്യാറാകുന്നു. അത് വളരെ പെയിൻഫുൾ ആയിരിക്കും. ചക്രവർത്തിയുടെ ബോഡിക്ക് അത് താങ്ങാനാകില്ല. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ റോങ്റോങ്ങിന്റെ ഫാദർ കൊടുത്തിരുന്നു. എന്നിട്ട് പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് റോങ്റോങ്ങിന്റെ ഫാദർ അതിന് തയ്യാറായത്. എന്ത് റിസ്ക് എടുക്കാനും ചക്രവർത്തി തയ്യാറായിരുന്നു. അതുമാത്രമല്ല 3 വർഷം എന്നുള്ള ആയുസ് ഇപ്പോൾ ഒരുപാട് ചുരുങ്ങിയിരിക്കുന്നു. പകുതി വർഷം പോലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത്ഭുതമെന്ന് കണക്കാക്കാം. എന്നിട്ട് പോലും ചക്രവർത്തി അതിന് തയ്യാറാവുകയായിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹം പുറത്തു വന്നത് ചെറുപ്പക്കാരനായിട്ടായിരുന്നു. ചക്രവർത്തിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും ചക്രവർത്തിയെ വണങ്ങുന്നു. ചക്രവർത്തിയാകട്ടെ എല്ലാവരും ചെയ്ത പ്രവൃത്തികൾക്ക് സമ്മാനം കിട്ടുമെന്ന് പറയുന്നു. കൂടാതെ അവർ തിയാൻഡുവോ സാമ്രാജ്യത്തിന്റെ നിധികളാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെ കൊട്ടാരത്തിലെത്തിയതിനു ശേഷം ചക്രവർത്തി പബ്ലിക്കായിട്ട് ഇക്കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നതായിട്ട് കാണിക്കുന്നു. മാർഷൽ സോൾഹാളിനെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയാണ്. അവർ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അതിനു മുമ്പേ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തികൾ തുടരണമെന്ന് ബെങ്ങിനോടും ചക്രവർത്തി പറയുന്നു. ബെങ് ആകട്ടെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബീബിഡോങ്ങിന്റെ മകളെയാണ്. അവളുടെ കൂടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, നല്ല തീരുമാനം തന്നെയാണ് നീ എടുത്തത്. പക്ഷേ എങ്ങനെയാണ് ചക്രവർത്തി തിരിച്ചു വന്നത്? ബീബിഡോങ്ങിന്റെ മകൾ പറയുകയാണ്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശത്രുക്കളുടെ ശക്തി എത്രമാത്രമാണെന്ന്. എന്തായാലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്നാൽ ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ചോദിക്കുകയാണ്, ടാങ്സാനെ അത്രയ്ക്കും വലിയവനായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? നിന്റെ ശത്രുവാകാനുള്ള യോഗ്യത പോലും അവനില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടത്. എന്നാൽ ബീബിഡോങ്ങിന്റെ മകൾ പറയുകയാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഭാവിയിൽ മാർഷൽ സോൾഹാളിന് ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്നത് ടാങ്സാനും കൂട്ടുകാരുമായിരിക്കും. ടാങ്സാനും മാഹോങ് ജുണും ബൈച്ചിങ്ങും ആകട്ടെ താങ്ക്ലാനിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ അവരുടെ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അത് ബീബിഡോങ്ങിന്റെ മകളുടെ പണിയായിരുന്നു. രക്തം കൊണ്ട് അവൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം നീ ജയിച്ചു, അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാങ്സാൻ ആകട്ടെ ദേഷ്യത്തോടെ ഇതിനെല്ലാം അവളുടെ രക്തം കൊണ്ട് പ്രതികാരം വീട്ടുമെന്ന് പറയുന്നു. ഇപ്രാവശ്യം താങ്ക്ലാനിലെ 30 ആളുകളെ ആയിരുന്നു ബീബിഡോങ്ങിന്റെ മകൾ കൊന്നത്. പിന്നെ വീണ്ടും ചക്രവർത്തിയെ കാണിക്കുന്നു. ചക്രവർത്തിയുടെ പ്രൊട്ടക്ഷനും അംഗരക്ഷകരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂഷിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ യൂഷി സംസാരിക്കുന്നു. ടാങ്സാൻ ആകട്ടെ ബീബിഡോങ്ങിന്റെ മകളെ കുറിച്ച് അന്വേഷിച്ചു. അവളെ കുറിച്ചുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. മിക്കവാറും മാർഷൽ സോൾഹാളിലേക്ക് തന്നെ തിരികെ പോയിട്ടുണ്ടാകുമെന്ന് പറയുന്നു. ചക്രവർത്തി ആകട്ടെ യുദ്ധം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ്. ഇനിയും വലിയ യുദ്ധങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് ഉടനെ തന്നെ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്ത് സോൾ മാസ്റ്റേഴ്സ് ലീജിയനെ ഒക്കെ സ്ട്രോങ് ആക്കാൻ ആവശ്യപ്പെടുന്നു. അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് റോങ്റോങ്ങിന്റെ ഫാദറിനെയും യൂഷിയെയുമാണ്. താങ്ക്ലാനെ ആകട്ടെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. കാരണം താങ്ക്ലാൻ ആയിരുന്നു ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ താങ്ക്ലാനെ തിയാൻഡുവോ സാമ്രാജ്യത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതായത് തിയാൻഡുവോ സാമ്രാജ്യത്തിന്റെ
രാജ്യത്തിന്റെ പില്ലറുകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നു. അവരുടെ ക്ലാൻ ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ എന്ന് പറയുന്നു. ടാങ്സാൻ ആകട്ടെ മറ്റൊരു റിക്വസ്റ്റ് ആണ് ഇതേ സമയം ആവശ്യപ്പെടുന്നത്. അത് ശരിക്കും യാങ്ബുഡിയുടെ റിക്വസ്റ്റ് ആയിരുന്നു. യാങ്ബുഡിയുടെ സഹോദരനാണല്ലോ ചക്രവർത്തിക്ക് വിഷം കൊടുത്തത്. അതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ചക്രവർത്തി പറയുകയാണ്, അവൻ ഇതിൽ ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല, അവന്റെ സഹോദരനാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ യാങ്ബുഡി ആകട്ടെ എന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു. അതൊരു പരിഹാരം തന്നെയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമേ ഇല്ല. ശേഷം ഈ സാമ്രാജ്യം പഴയപടിയാക്കാൻ അവരുടെ എല്ലാവരുടെയും സഹായം ചക്രവർത്തി ആവശ്യപ്പെടുന്നു. ടാങ്സാനോട് പറയുകയാണ്, എന്തായാലും ബേബി ഡോങ്ങിന്റെ മകൾ വെറുതെ ഇരിക്കില്ല, പ്രതികാരം വീട്ടാൻ വീണ്ടും അവൾ വരും. ടാങ്സാൻ അപ്പോൾ ദേഷ്യത്തോടെ അതിനു വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നത് എന്ന് പതുക്കെ പറയുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമ്മളോടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.